ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ HSA ഇംഗ്ലീഷ് PYQ ഹാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 701/2023 നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ പ്രകാരം നടന്ന ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് എക്സാമിലെ ചോദ്യമാണ്. സോ ഇത് ബൈ ട്രാൻസ്ഫർ ആയിട്ട് നടന്ന ഒരു ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പോൾ അധികം ആളുകളും ചിലപ്പോൾ ഈ ഒരു എക്സാം നടന്നതുപോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. സോ ഇവിടെ നമ്മുടെ സെയിം സിലബസ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഒരു 30-40 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ളത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ പെഡഗോജിയും സൈക്കോളജിയും കറണ്ട് അഫേഴ്സും GKയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഒറ്റ ക്ലാസ്സിൽ മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം വിശദീകരിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. സോ നമുക്ക് ലിറ്ററേച്ചർ ചോദ്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, അയ്യോ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ, ഇയേഴ്സ് ലൈക്ക് ഹെബിസ്കസ്, സ്കിൻ ലൈക്ക് യങ് മാംഗോസ്, lips like rolls of silk, whose words are these? സോ ഇത് നമുക്ക് പഠിക്കാനുള്ള നാഗമണ്ഡല എന്ന പ്ലേയിൽ നിന്നുള്ള ചോദ്യമാണ്. നാഗമണ്ഡല, ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല എന്ന പ്ലേയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇവിടുത്തെ ഉത്തരം വരുന്നത് കുറുദവ്വ ആണ് കേട്ടോ. കുറുദവ്വ നമ്മുടെ പ്ലേയിലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറുദവ്വ റാണിയെക്കുറിച്ച് പറയുന്ന വരികളാണ് കേട്ടോ. റാണിയെക്കുറിച്ച് പറയുന്ന വരികളാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം 1, 2, 3, 4 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നേരെ ഓപ്ഷൻസ് ഇട്ടിട്ട് അവിടെ 4, 2, 1, 3 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർഡർ അനുസരിച്ചല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ആൻസർ ഇവിടെ നോക്കണം. കുറുദവ 2 ആണ് ആൻസർ. അപ്പോൾ 2 എവിടെയാണ് വരുന്നത് നോക്കിയിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ നമ്മളെ കുഴപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അല്ലേ. അവർക്ക് നേരെ ഓപ്ഷൻ ABC എന്നൊക്കെ പറഞ്ഞ് തന്നാൽ മതിയായിരുന്നു. നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനടുത്ത 32ാമത്തെ ചോദ്യം, വാട്ട് ഡസ് മൗര്യ തിങ്ക് വിൽ സ്റ്റോപ്പ് ബാറ്റ്ലി? സോ മൗര്യ നമുക്ക് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. റൈഡേഴ്സ് ടു ദ സീ എന്ന പ്ലേയിലെ ചോദ്യമാണിത്. റൈഡേഴ്സ് ടു ദ സീ നമ്മുടെ JM സിൻചയാണ് ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്. സോ ഈ ഒരു പ്ലേയിൽ മൗര്യ എന്ന് പറയുന്നത് ഒരു അമ്മയാണ്. ഈ അമ്മയുടെ മക്കൾ 5-6 മക്കൾ കടലിൽ പോയി മരിച്ചിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ കുട്ടിയാണ് ബാട്ട്ലി. സോ ബാട്ട്ലി കടലിൽ പോകുന്നതിൽ നിന്നും അവനെ അമ്മ പറഞ്ഞാൽ കേൾക്കില്ല, പിന്നെ ആര് പറഞ്ഞാലാ കേൾക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ആ മകനെ തടയുന്നത്? ഒരു യങ് പ്രീസ്റ്റ്, ആ നാട്ടിലെ യങ് പ്രീസ്റ്റ്, എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു യങ് പ്രീസ്റ്റ് ഉണ്ട്. ആ യങ് പ്രീസ്റ്റ് തൻ്റെ മകനെ തടയും എന്നാണ് അമ്മ വിശ്വസിച്ചത്. അപ്പോൾ 4 വരുന്നത് സിയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. തന്നെ ഇതിൽ കാത്ലീനും നോറയും മൗര്യയുടെ കുട്ടികളാണ്, ഡോട്ടേഴ്സാണ്. ദെൻ മൈക്കിൾ എന്ന് പറയുന്നത് സണ്ണാണ്. ബാട്ട്ലിക്ക് മുന്നേ അവിടെ മുങ്ങി മരിച്ചത് സണ്ണാണ് കേട്ടോ. മൈക്കിളിൻ്റെ ഡെഡ് ബോഡി ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് ഒരു ന്യൂസ് കിട്ടുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഒന്നും കൃത്യമായിട്ടും സംസ്കരിക്കുന്നതായിട്ട് പറയുന്നില്ല കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ തീം ഓഫ് വെയിറ്റിംഗ് ഫോർ ഗോഡോ? സാമുവൽ ബെക്കയുടെ അബ്സേർഡ് തിയേറ്റർ ഓഫ് ഡ്രാമയിൽ വരുന്നതാണ് വെയിറ്റിംഗ് ഫോർ ഗോഡോ. സോ വെയിറ്റിംഗ് ഫോർ ഗോഡോയുടെ തീമിൽ ഉൾപ്പെടാത്തത് നോട്ട് എ തീം എന്നാണ്. അബ്സേർഡിസ്റ്റ് ഹ്യൂമർ തീമിൽ ഉൾപ്പെടുന്നതാണ്. എൻഡ്ലെസ് വെയിറ്റിംഗ് അതിലെ ഗോഗോയും ഡിഡിയും അല്ലെ, ഗോഗോ ഈസ്ട്രജനും വ്ളാഡിമിറും ചേർന്ന് ഗോഡോയെ കാത്തിരിപ്പുണ്ട്. അവരുടെ കാത്തിരിപ്പ് ഒരിക്കലും അവസാനിക്കില്ല. അപ്പോൾ അതും തീമിൽ ഉൾപ്പെടുന്നതാണ്. കൺസെപ്ഷൻ ഓഫ് ടൈം അല്ലെ, സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ അതും ഇതിൻ്റെ തീമിൽ ഉൾപ്പെടുന്നതാണ്. സോ 3 തീമിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഉൾപ്പെടാത്തതായിട്ട് ഒന്നും ഇല്ല, അഥവാ നൺ ഓഫ് ദി എബോവ്. 4 ആണ് ഉത്തരം. അപ്പോൾ 4 വരുന്നത് ഇവിടെ ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തത് 34ാമത്തെ ചോദ്യം, വേർ ഡിഡ് സ്കോർപിയോൺ ഹൈഡ് ഡ്യൂറിങ് ദ റെയിൻ? മഴയത്ത് സ്കോർപിയോൺ ഏതിനടിയിലാണ് ഒളിച്ചു നിൽക്കുന്നത്? അപ്പോൾ അവിടെ ഒരു കവിതയാണ്. കവിതയുടെ പേരൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്കണം. നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ എന്ന കവിതയുണ്ട് അല്ലേ, നസീം ഇസിക്കലിൻ്റെ ഒരു കവിതയാണ്. സോ ആ കവിതയിൽ സ്കോർപിയോൺ അമ്മയെ കൊത്തുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്കോർപിയോൺ എവിടെയാണ് ഒളിച്ചിരുന്നത്? സാക്ക് ഓഫ് റൈസിൻ്റെ താഴെയാണ് കേട്ടോ. ബിനീത്താണോ ബിഹൈൻഡ് ആണോ എന്ന് കൺഫ്യൂഷൻ തോന്നുന്നത്. ബിനീത്ത് എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ്, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിൽ. സോ ബിനീത്ത് അടിയിലാണ് അല്ലേ, ബിനീത്ത് സാക്സ് ഓഫ് റൈസ്, അഥവാ 2 ആണ് ഉത്തരം. 2 വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ 35ാമത്തെ ചോദ്യമാണ് അടുത്തത്.
കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന കവിത ഒരു കൺഫെഷണൽ ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ്. സമ്മർ ഇൻ കൽക്കട്ട എന്ന കവിതാ സമാഹാരത്തിലാണ് ഈ ഒരു പോം ഉൾക്കൊള്ളുന്നത്. സോ ഈ ഒരു പോമിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. കീ ഫീച്ചർ കേട്ടോ, അതിൻ്റെ കീ ഫീച്ചറിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതൊരു കോൺവേഴ്സേഷണൽ പോമാണ് കേട്ടോ. ഇതൊരു കോൺവേഴ്സേഷണൽ ടോണാണ് കേട്ടോ. ഒരു കോൺവേഴ്സേഷൻ പറയുന്നത് പോലത്തെ ഒരു ടോൺ അതിനുണ്ട് കേട്ടോ. ഒരു കോൺവേഴ്സേഷൻ പറയുന്നത് പോലത്തെ ഒരു ടോണ് അതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ 2 വരുമ്പോൾ ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ 36. ദ തീം ഓഫ് ദ പോം ടെലിഫോൺ കോൺവെർസേഷൻ ഈസ്. നമ്മുടെ പോമിൽ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു പോം നമുക്ക് പഠിക്കാനുണ്ട്. ഓലെ സോയിങ്കയുടെ ഒരു പോമാണ്. സോ ഈ ഒരു ടെലിഫോൺ കോൺവെർസേഷനിലെ തീം എന്താണ്? കോംപ്ലക്സിറ്റി ഓഫ് ലൈഫ് ആണോ? അല്ല. ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ആണോ? അല്ല. അബ്സേർഡിറ്റി ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലേ. ഒരാൾ വീട് റെൻറ്റിന് എടുക്കാൻ വേണ്ടി ഒരു വൈറ്റ് ലേഡിയെ വിളിക്കുന്നു. അപ്പോൾ ആ ഒരു വൈറ്റ് ലേഡി ഇയാളൊരു ബ്ലാക്ക് മാൻ ആയതുകൊണ്ടുള്ള ആ ഒരു ഇറിറ്റേഷനും സംസാരങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. സോ ഓപ്ഷൻ ഡി അഥവാ അബ്സേർഡിറ്റി ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 3 വരുന്നത് ഓപ്ഷൻ ഡിയിലാണ് കേട്ടോ. ഓപ്ഷൻ ഡിയിലാണ്. ദെൻ അടുത്ത ചോദ്യം. ഗ്ലാമിസ് ഹാത്ത് മർഡേർഡ് സ്ലീപ്പ്, മാക്ബത്ത് വിൽ നോ മോർ. അല്ലെ, ഗ്ലാമിസ് മരണത്തെ കൊന്നു, ഇനി മാക്ബത്ത് ഉറങ്ങില്ല. ഈ ഒരു ഡയലോഗ് ആരാണ് പറഞ്ഞത്? മാക്ബത്ത് തന്നെ പറഞ്ഞ, മാക്ബത്തിൻ്റെ സോളിലൊക്കെയാണ് അല്ലേ, മാക്ബത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന നോവലിലെ ഒരു ഡയലോഗ്, നോവലല്ല പ്ലേയിലെ ഒരു ഡയലോഗാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം. ഔട്ട്സൈഡ് ദെയർ, ഒരു മിനിറ്റ്. ഔട്ട്സൈഡ് ദെയർ ഇൻ ദ എൻട്രി ഫോർ ഐ സോ ഇറ്റ് വാട്ട് ഡിഡ് ദ വൈഫ് സീ. കണ്ടോ, കവിത ഏതാണെന്ന് പോലും പറയുന്നില്ല. ഇത് ഹോം ബറിയൽ എന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയിലെ ഒരു വരിയാണ്. അവിടെ പുറത്ത് ഞാൻ അത് കണ്ടു. എന്തിനെയാണ് ആ വൈഫ് കണ്ടത്? വൈഫ് കണ്ടത് ഹസ്ബൻഡ് തൻ്റെ മകനെ സംസ്കരിച്ചതിന് ശേഷം ആ ഒരു സ്പെയ്ഡ്, ആ ഒരു മൺവെട്ടിയോ അല്ലെങ്കിൽ ആ ഒരു മൺവെട്ടി കൊണ്ട് അവിടെ ഒരു എൻട്രിയിൽ വെച്ചിട്ട് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. സോ 3 അഥവാ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എക്സാം ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ആ ഒരു പോർഷൻസ് നോക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു തീമൊക്കെ മനസ്സിൽ വരുന്നുണ്ടല്ലോ. ദെൻ 39ാമത്തെ ചോദ്യം. ഐ നോ സോ വെൽ ദാറ്റ് ബിക്കംസ് എ അൺമാരീഡ് വുമൻ ഹു ആർ ഇൻ പ്രിപ്പയർ ടു ഒക്കുപൈ യുവർ പൊസിഷൻ. എനിക്ക് വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് അറിയാം അല്ലെ. അവൾക്ക് കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ഥാനമൊക്കെ വളരെ പരിതാപകരമായിരിക്കും, കുടുംബത്തിനൊരു ഭാരമായിരിക്കും. ഇതാര് പറഞ്ഞതാണ്? അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ദ ഗ്ലാസ് മെനാജറി എന്ന ടെന്നീസ് വില്യംസിൻ്റെ പ്ലേയിലെ ഡയലോഗാണിത്. ഈ ഒരു ഡയലോഗ് പറഞ്ഞത് അമാൻഡ ആരോട് പറഞ്ഞതാണ്? മകളായ ലോറ വിങ്ഫീൽഡിനോട് പറഞ്ഞിട്ടുള്ള വരിയാണ്. സോ 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 40ാമത്തെ ചോദ്യം നമ്മൾ പറയാറുണ്ട് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള പ്ലേ അല്ലെങ്കിൽ പോം പ്രസിദ്ധീകരിച്ച വർഷം നമ്മൾ പഠിക്കണം. സോ ഡാഡി പബ്ലിഷ് ചെയ്യുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ. അഥവാ 1965 ആണ് കേട്ടോ. 1965 അവർ മരണപ്പെട്ടതിന് ശേഷമാണത് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. 1965 ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം 41ാമത്തെ ചോദ്യമാണ്. Keeners all the arrows of the silver spear, whose intent slam arrows in the white dawn clear, until we hardly see, we feel that it is there. Identify the poem. So ഇത് ഒരു സ്കൈലാർക്കിനെ കുറിച്ചുള്ള കവിതയിൽ പറയുന്നതാണ്. ടു എ സ്കൈലാർക്ക് ആരുടേതാണ്? ഷെല്ലിയുടെ ടു എ സ്കൈലാർക്കിൻ്റെ ആ ഒരു ഫ്ലൈയിങ്ങിനെയൊക്കെ കുറിച്ച് പറയുന്നതാണ് ഈ ഒരു വരി. സോ ടു എ സ്കൈലാർക്ക് 3 അഥവാ 3 വരുന്നത് ഓപ്ഷൻ സിയിലാണ് കേട്ടോ. ഓപ്ഷൻ സിയിലാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. നിങ്ങൾ ചാടിക്കേറി അങ്ങോട്ട് ബബിൾ ചെയ്യാൻ നിൽക്കരുത്. 3 ഏത് ഓപ്ഷനിലൊക്കെ വരുന്നു എന്ന് നോക്കിയിട്ട് വേണം ബബിൾ ചെയ്യാൻ.
ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് വേർഡ്സ്വർത്ത് പോയട്രി? വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസും നമുക്ക് പഠിക്കാനുണ്ട്. ടിൻടേൺ അബേ എന്ന ഒരു പോമും നമുക്ക് പഠിക്കാനുണ്ട്. സോ വേർഡ്സ്വർത്തിൻ്റെ കവിതകളിലെ പ്രത്യേകത ഏതൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിനും അറിയാം. അദ്ദേഹത്തിൻ്റെ കവിതകൾ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ഓഫ് ആക്ച്വൽ ലൈഫ്, സാധാരണ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശം അല്ലെങ്കിൽ ആ ഒരു കോമൺ ലൈഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. പോയറ്റിക് ഡിക്ഷന് അദ്ദേഹം എതിരാണ് എന്ന് നമുക്കറിയാം. സോ 4 വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. 43ാമത്തെ ചോദ്യം. The line "I have grown accustomed to your voice and appearance" is taken from play Pygmalion. ജോർജ് ബെർണാഡ് ഷായുടെ പിഗ്മാലിയനിൽ ആണ് ഈ ഒരു സെൻറ്റൻസ് വരുന്നത്. സോ ഈ ഒരു സെൻറ്റൻസ് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഹിഗിൻസ് ആണ് കേട്ടോ. ഹിഗിൻസ് ആണ്, നമ്മുടെ ഫോണറ്റീഷ്യനായിട്ടുള്ള ഹിഗിൻസ് പറയുന്ന ഡയലോഗാണിത്. ദെൻ അടുത്ത ചോദ്യം, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, ജോൺ മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഏത് ടൈപ്പ് സോണറ്റ് ആണ്? ഷേക്സ്പീരിയൻ ആണോ, പെട്രാർക്കിയൻ ആണോ, അതല്ല സ്പെൻസേർഡിയൻ ആണോ എന്നാണ് ചോദ്യം. നമുക്കറിയാം അതൊരു പെട്രാർക്കൻ സോണറ്റ് ആണ് അല്ലേ. 3 അഥവാ ഓപ്ഷൻ സി, 3 വരുന്ന ഓപ്ഷൻ സിയിലാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ദെൻ 45ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വാട്ട് ലിൻഡ സേസ് ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ? വി ആർ ഫ്രീ ആൻഡ് ക്ലിയർ. വി ആർ ഫ്രീ ആൻഡ് ക്ലിയർ എന്ന് പറയുമ്പോൾ ഈ താഴെ തന്നിട്ടുള്ളത് ഏത് ഓപ്ഷനാണ് ശരി? നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റാത്തത്? ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ട് പറയാൻ പറ്റാത്തത്. നോട്ട് ആൻ ഇൻ്റർപ്രിട്ടേഷൻ. ലിൻഡ ലോമൻ വില്ലി ലോമൻ്റെ മരണശേഷമൊക്കെ പറയുന്ന ഒരു ഡയലോഗാണ്. സോ ഈ പറയുന്നത് കൊണ്ട് വില്ലി ഈസ് ഫ്രീ ഓഫ് വേർഡ്ലി കൺസേൺ. വില്ലിക്ക് ഇനി എന്തേ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഐഹികമായിട്ടുള്ള അഥവാ ഭൗതികമായിട്ടുള്ള കൺസേൺസ് ഒന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരർത്ഥം വരുന്നുണ്ട്. ദ മോട്ടാക് ഹാസ് ബീൻ പെയ്ഡ്, അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ അടച്ചു തീർത്തിട്ടുണ്ട് എന്നുള്ളത് വരുന്നുണ്ട്. ദെൻ ദേ ഹാവ് എ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു ആശയം വരുന്നില്ല. നമുക്കിനി എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു ആശയം ഈ ഡയലോഗിൽ അവർ ഉദ്ദേശിക്കുന്നില്ല. സോ 3 അഥവാ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ 46ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിറ്റററി ഡിവൈസസ് ആർ നോട്ട് യൂസ് ഇൻ ദ പോം ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ? നമുക്ക് ഏതൊരു കവിതയിലും ഒട്ടുമിക്ക പോയറ്റിക് ഡിവൈസും ലിറ്റററി ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നറിയുന്നവർക്ക് ഈ ഒരു ചോദ്യം എളുപ്പമാണ്. മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ കവിതയാണ്. സോ ഇതിൽ സിമിലി മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്, എൻചാൻമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇമാജറി യൂസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഉപയോഗിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് നോട്ട് യൂസ്ഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ആണ് നമ്മുടെ ഉത്തരം, അഥവാ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ 47ാമത്തെ ചോദ്യം, ലേഡി ബ്രാക്നൽ ഈസ് എ ക്യാരക്ടർ ഇൻ ഡാഷ്. ലേഡി ബ്രാക്നൽ ഏതിലെ ക്യാരക്ടറാണ്? ലേഡി ബ്രാക്നൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് എന്ന ഓസ്കാർ വൈൽഡിൻ്റെ പ്ലേയിലെ ക്യാരക്ടറാണ് എന്ന് മനസ്സിലാക്കുക. ലേഡി സ്നിയർവെൽ ഉണ്ട്, അത് സ്കൂൾ ഫോർ സ്കാൻഡലിലെ ക്യാരക്ടറാണ്. സോ 3 വരുന്നത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ 48ാമത്തെ ചോദ്യം, ഹു ഈസ് ദ റെസിപ്പിയന്റ് ഓഫ് ദ എമൗണ്ട് ഫ്രം ചാൾസ് ഫോളോയിങ് ദ ഓപ്ഷൻ ഇൻ ദ പ്ലേ സ്കൂൾ ഫോർ സ്കാൻഡൽ? സ്കൂൾ ഫോർ സ്കാൻഡലിൽ ചാൾസ് സർഫേഴ്സ് ഒരു ലേലമൊക്കെ നടത്തുന്നുണ്ട്. ആ ലേലം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അടുക്കളിൽ നിന്നും പണം സ്വീകരിക്കുന്നത് ആരാണ്? പണം സ്വീകരിക്കുന്നത് സ്റ്റാൻലിയാണ് അല്ലേ. സ്റ്റാൻലിയാണ്, അഥവാ ഓപ്ഷൻ 1 വരുന്നത് അല്ലേ. 1 വരുന്നത് ഓപ്ഷൻ ഏതിലാണ്? ഓപ്ഷൻ എയിൽ തന്നെയാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം 49ാമത്തെ ചോദ്യം, ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ ലൈൻ ഫോർ ഓൾവേസ് റോമിങ് വിത്ത് എ ഹാംഗ്രി ഹേർട്ട്. അപ്പോൾ റോമിങ് ഹാംഗ്രി ഹാർട്ട് എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യനല്ലല്ലോ, മനുഷ്യൻ്റെ ഒരു ഭാഗമാണല്ലോ. സോ പേഴ്സണിഫിക്കേഷനാണ്. മനുഷ്യനാണല്ലോ വിശക്കുന്നത്, ഹൃദയത്തിനല്ലല്ലോ. അല്ലെങ്കിൽ അല്ലറി വിളിക്കുന്നത് മനുഷ്യനാണ്, മനുഷ്യൻ്റെ ഹൃദയമല്ലല്ലോ. അപ്പോൾ അത് പേഴ്സണിഫിക്കേഷനാണ് കേട്ടോ. പേഴ്സണിഫിക്കേഷനാണ് അവിടുത്തെ ഉത്തരം എന്ന് മനസ്സിലാക്കുക. ദെൻ ഇത് ഏത് പോമിലെയാണെന്ന് ചോദിച്ചാൽ യുളീസസിലെ വരികളാണ്. യുളീസസിലെ വരികളാണ്. ദെൻ 50ാമത്തെ ചോദ്യം, ഇൻ ദ കൺക്ലൂഷൻ ഓഫ് ദ പ്ലേ എ ഡോൾസ് ഹൗസ്, ഹെൻറിക്സ് ഇബ്സന്റെ പ്ലേ ആണ്. സോ ഈ ഒരു പ്ലേയിൽ അവസാനം നോറ എന്ത് ചെയ്യുന്നുണ്ട്? ഡോറ് വലിച്ചടച്ച് പോകുന്നുണ്ട്, അഥവാ എ ഡോർ സ്ലാമിംഗ് ആണ് ആ ഒരു
പ്ലേയുടെ അവസാനത്തിൽ കേൾക്കുന്നത്. അപ്പോൾ 3 വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ 51ാമത്തെ ചോദ്യം ഫ്രാൻസിസ് ബാക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്കോളറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഹ്യൂമർ എന്താണ് എന്ന് ചോദിച്ചാൽ അയാൾ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നു, റൂൾസ് ഓഫ് സ്റ്റഡീസ് കൊണ്ട് ജഡ്ജ് ചെയ്യുന്നു. അത് ഒരു സ്കോളറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഹ്യൂമറാണ്. ടു ജഡ്ജ് തിങ്സ് എൻറ്റയർലി ബൈ ദ റൂൾസ് ഓഫ് സ്റ്റഡീസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ 52ാമത്തെ ചോദ്യം റിച്ചാർഡ് സ്റ്റീലിൻ്റെ ട്രംഫർട്ട് ക്ലബ് എന്ന എസ്സേയിൽ നിന്നുള്ള ചോദ്യമാണ്. സോ അവിടെ കുറച്ച് ക്ലബ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് മെമ്പർ ആരാണെന്ന് ചോദിച്ചാൽ സർ ജെഫ്രി നോഷ്. കേട്ടോ, സർ ജെഫ്രി നോഷ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 53ാമത്തെ ചോദ്യം, ഇതൊക്കെ ലിറ്ററേച്ചർ ചോദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. ആസ് ഐ റെസിൽഡ് വിത്ത് ദ ക്ലോസസ് ആൻഡ് സെക്ഷൻസ് ഹിസ് വോയിസസ് റോസ് ലൈക്ക് ഗെയിൽ. വേർ ഡസ് ദ ഇൻസിഡൻറ്റ് ടേക്സ് പ്ലേസ്. അപ്പോൾ ഇത് ഓൺ ദ റൂൾ ഓഫ് ദി റോഡിൽ A.G. ഗാർഡനർ ഒരു ബ്ലൂ ബുക്ക് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് വായിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ വന്ന് ഉറക്കെ സംസാരിക്കുകയാണ്. അത് കാരണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ബസ്സിനകത്തല്ല, ഒരു ട്രെയിനിനകത്താണ്, ഓൺ എ മൂവിങ് ട്രെയിൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 54ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ബർട്ടൺ റസൽ, വാട്ട് ഈസ് ദ ഹെറിറ്റേജ് ഫ്രം റോമൻ എംപയർ ആൻഡ് കാത്തലിക് ചർച്ച്. ഫങ്ഷൻ ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന എസ്സേയിലാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് റോമൻ എംപയറിൻ്റെയും കാത്തലിക് ചർച്ചിൻ്റെയും ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്, അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കൾച്ചറാണ് അല്ലേ. ദ ഐഡിയൽ ഓഫ് ആൻ ഇൻ്റർനാഷണൽ കൾച്ചർ. അപ്പോൾ അവരുടെ കൾച്ചർ ഒരു ഇൻ്റർനാഷണൽ കൾച്ചറാണ്. റോമൻ എംപയറിൻ്റെ ചിന്താധാര പിന്തുടരുന്ന എവിടെയും ആ ഒരു കൾച്ചർ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ കാത്തലിക് ചർച്ച് ലോകത്തെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അതിനൊരു സിമിലാരിറ്റി നമുക്ക് കാണാൻ കഴിയും. ദെൻ 55ാമത്തെ ചോദ്യം, നെയിം ദ പ്രിൻസിപ്പൽ നറേറ്റീവ് വോയിസസ് ഓഫ് wuthering heights. wuthering heightsലെ നറേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പുതിയതായിട്ട് റെൻറ്റിന് വരുന്ന ലോക്ക്വുഡും ദെൻ അവിടുത്തെ സെർവൻ്റ് ആയിട്ടുള്ള നെല്ലി ഡീൻ. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദെൻ ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ഡസ് നെപ്പോളിയൻ പ്രൊനൗൺസ് എ ഡെത്ത് സെൻറ്റൻസ് ഓൺ സ്നോബൽ. ഇത് ആനിമൽ ഫാം, ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം എന്ന നോവലിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൽ നെപ്പോളിയൻ എന്ന് പറയുന്ന പിഗ്, സ്നോബൽ എന്ന് പറയുന്ന മറ്റൊരു പിഗിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. അതിനുള്ള കാരണം സ്നോബൽ വിൻഡ് മില്ല് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ ഒരു നീക്കം നടത്തുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 57ാമത്തെ ചോദ്യം, ജോൺ ക്ലെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലെ ഒരു ചെറിയൊരു ക്യാരക്ടറാണ് കേട്ടോ. അരുന്ധതി റോയ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതിൽ ജോൺ ക്ലെയിൻ എന്ന് പറയുന്ന മൈന്യൂട്ട് ക്യാരക്ടർ ഒരു കാർപെൻറ്ററാണ്. ബവേറിയയിൽ നിന്ന് വന്ന ഒരു കാർപെൻറ്ററാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദെൻ അടുത്തത് 58ാമത്തെ ചോദ്യം, മെൻഷൻ ദ റോൾ ഓഫ് മെനോലിൻ ഇൻ ദ ഓൾഡ് മാൻ ആൻഡ് സീ. ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവലാണ് ഇത്. സോ ഇതിൽ മെനോലിൻ എന്ന് പറയുന്നത് ഓൾഡ് മാൻ അഥവാ നമ്മുടെ സാന്റിയാഗോയുടെ പങ്കാളിയാണ്. സാന്റിയാഗോസ് കമ്പാനിയൻ, ആ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ. ദെൻ അടുത്ത ചോദ്യം, ദ ബ്ലൂവസ്റ്റ് ഐ നമ്മുടെ മോറിസൻ്റെ നോവലാണ്. അതിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4 സെക്ഷൻസ്. സീസൺ അടിസ്ഥാനത്തിലാണ് സെക്ഷൻസ് തിരിക്കുന്നത്. അപ്പോൾ 4 സീസണല്ലേ ഉള്ളത്. സോ 4 സെക്ഷനാണുള്ളത്. ദെൻ 60ാമത്തെ ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. 60ാമത്തെ ചോദ്യം, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് E.M. ഫോസ്റ്റർ, വാട്ട് ഈസ് ദ ഓൺലി സൗണ്ട് ഫൗണ്ടേഷൻ ഫോർ സിവിലൈസേഷൻ. നല്ലൊരു സിവിലൈസേഷൻ്റെ സൗണ്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെന്നാണ് E.M. ഫോസ്റ്റർ ഓൺ ടോളറൻസ് എന്ന് പറയുന്ന എസ്സേയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ വളരെ വേഗം തന്നെ ആൻസേഴ്സ് പറഞ്ഞു പോയിട്ടുണ്ട്. ലെങ്തി ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ള വീഡിയോ കൂടുതൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക, ഞാൻ അതനുസരിച്ച് ചെയ്യാം. സോ എക്സാം എടുത്തുകൊണ്ടിരിക്കുന്നു, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ടെൻഷൻ ആൻസൈറ്റിയൊക്കെ കുറയ്ക്കുക. ഇനിയും നമ്മുടെ എക്സാമിന് മുന്നേ കുറച്ച് സെഷൻസ് കൂടി ചെയ്യാം. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് കഴിയില്ല, അത് പ്രാക്ടിക്കൽ അല്ല.
സോ കഴിയുന്നത് പോലെയൊക്കെ നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.